കരുണ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. അല്പനേരം ഞാൻ ദൈവവചനത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എഫേസ്യ ലേഖനത്തിലേക്ക് വന്നാട്ടെ. നമുക്കറിയാം ഈ വർഷത്തെ നമ്മുടെ ബേസിക് തീം റെയിനിങ്, ഡൊമീനിയനാണ്, വാഴുക എന്നുള്ളതാണ്. ഉൽപ്പത്തി 1:26 നിന്നും 1:28 നിന്നും മനുഷ്യൻ്റെ പർപ്പസ്, മനുഷ്യനെ കർത്താവ് നിർമ്മിച്ചതിൻ്റെ പർപ്പസ്, അവൻ ഭൂമിയിൽ വാഴുക, അവൻ ഭൂമിയിൽ ഭരിക്കുക, അവൻ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുക എന്നുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലായി. അതിൻ്റെ മുന്നോട്ടുള്ള പദങ്ങളാണ് നാം പഠിച്ചു വരുന്നത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ഞാൻ വിശ്വസിക്കുന്നു 4 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുകയും അതിൽ നിന്ന് ചിലതൊക്കെ നാം ഗ്രഹിക്കുകയും ചെയ്തു. ഇന്ന് 5-ാമത്തെ വാക്യം കൂടെ ചേർത്ത് നമുക്ക് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ അതേ ആ ലേഖനത്തിലെ 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 5-ാമത്തെ വാക്യം വരെ എല്ലാവരും ദൈവവചനത്തിന് ബഹുമാനം കൊടുത്തുകൊണ്ട്, ദൈവം എഴുതിയ വചനത്തിൻ്റെ പിൻപിലെ ദൈവത്തിന് ബഹുമാനം കൊടുത്തുകൊണ്ട് വേദപുസ്തകവുമായി എഴുന്നേറ്റിട്ടുണ്ട്. ഐ വാണ്ട് ഓൾ ഓഫ് യു ടു സ്റ്റാൻഡ് ടുഗെദർ ആൻഡ് ഇഫ് യു ക്യാൻ ഓപ്പൺ യുവർ ബൈബിൾ. ഇഫ് യു bring your Bible, then open your Bible, then take the epistle of Ephesians. Can you help them to take that epistle? Ephesians chapter 1 verse 1 to 5. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നാം ദൈവവചന വായനയ്ക്കായി പോവുകയാണ്. നമ്മുടെ സഭായോഗങ്ങളിൽ വളരെ വിരളമായി കാണുന്നൊരു കാര്യമാണ് റീഡിങ് ഓഫ് ദ ബുക്ക്. ദൈവവചന വായന അത് നിരന്തരമായി ചെയ്യേണ്ട കാര്യമാണ്. സങ്കീർത്തനം മാത്രമല്ല, വേദപുസ്തകത്തിലെ എല്ലാ ഭാഗങ്ങളും, സുവിശേഷം മാത്രമല്ല, എല്ലാ ഭാഗങ്ങളും വായിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ 5 വാക്യം മാത്രം നാം നിർത്തി വായിക്കുവാൻ പോവുകയാണ്. റെഡി? 1 2 3 4. ആമേൻ. എല്ലാവരും ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. ഈ വചനത്തിനായി ഒരു ആമേൻ പറഞ്ഞാട്ടെ. പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ ഒരു വാക്കിൽ പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിൻ്റെ വാതിലുകൾ ഞങ്ങൾക്കായി ഇന്ന് തുറന്നു തരണമേ. ഈ വചനത്തിൽ നിന്ന് സംസാരിക്കുന്ന അടിയനോട് നീ സംസാരിക്കും, കേൾക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങളോട് നീ സംസാരിക്കും. ഞങ്ങളുടെ ഹൃദയത്തിന് തെളിവായി യേശു ക്രിസ്തു വരയ്ക്കപ്പെടുവാൻ, ഹൃദയത്തിന് തെളിവായി വചനത്തിൽ നിന്ന് ഇന്ന് അങ്ങനെയോട് സംസാരിക്കുന്ന ഭാഗം വരയ്ക്കപ്പെടുവാൻ ഞങ്ങളുടെ ക്യാൻവാസിനെ, മനസ്സിൻ്റെ ക്യാൻവാസിനെ ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു. അതിലൊന്നും വരച്ചിട്ടില്ല, അത് പ്ലെയിനാണ്. ഇന്ന് അങ്ങ് വരയ്ക്കുവാൻ പോകുന്നതിനായി നന്ദി. പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി. കേൾക്കുവാനും ഗ്രഹിക്കുവാനും അനുസരിക്കുവാനും തുടർമാനമായി അനുസരിപ്പാനും അങ്ങയുടെ ഹിതം പോലെ അനുസരിപ്പാനും സഹായിക്കേണ്ടതിനായി സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. യു ക്യാൻ ബി സീറ്റഡ്. ദിവസത്തിലിരുന്നാണ്ട് ഞാൻ ഒരു 5 മിനിറ്റ് എടുത്ത് ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ എല്ലാം ഒന്നുമല്ല, 1-2 കാര്യം പറയാം. പോൾ ആൻ അപ്പോസ്റ്റൽ ഓഫ് ക്രൈസ്റ്റ് ജീസസ് ബൈ ദ വിൽ ഓഫ് ഗോഡ്. ദൈവ ഇഷ്ടത്താൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്. വളരെ സിമ്പിളാണ്. പൗലോസിനെ കുറിച്ച് ഒരു വലിയ തെറ്റായ ചിന്താഗതി ദൈവശാസ്ത്രിമാരുടെ ഇടയിലുണ്ട്. ശ്രദ്ധിക്കുക, യേശു കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് ശേഷം 100 വർഷം കൂടി കഴിഞ്ഞപ്പോഴാണ് പുസ്തകങ്ങൾ, വിശേഷാൽ പുതിയ നിയമങ്ങൾ എഴുതി തീർത്തത്. എന്നാൽ പിന്നെയും കാലമെടുത്തതിനെ ക്രോഡീകരിപ്പാൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം എന്ന് തുടങ്ങുന്ന യോഹന്നാനുണ്ടായ വെളിപ്പാടെന്ന് അവസാനിക്കുന്ന പുതിയ നിയമങ്ങളുടെ 27 പുസ്തകങ്ങൾ ക്രോഡീകരിപ്പാൻ പിന്നെയും സമയമെടുത്തു. അത് ക്രോഡീകരിക്കുമ്പോൾ നാം ചിന്തിക്കുന്നത് പോലെ ഈസിയായ കാര്യമായിരുന്നില്ല. അവിടെ സുവിശേഷം പലരും എഴുതി. ദൈവത്തിൻ്റെ യേശുവിൻ്റെ സഹോദരനാകുന്ന യൂദ തൻ്റെ ലേഖനത്തിൽ പറയുന്നു, അനേകരും സുവിശേഷം എഴുതുവാൻ, യൂദയുടെ ലേഖനത്തിൽ യൂദ പറയുന്നു, ഞാൻ സുവിശേഷം എഴുതുവാൻ താല്പര്യപ്പെട്ടു നിന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ലൂക്കോസ് പറയുന്നു, അനേകരും യേശു ക്രിസ്തുവിൻ്റെ ചരിത്രം ചമയ്ക്കുവാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് കൃത്യമായി ചമയ്ക്കണമെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ ആദ്യം മുതൽ സകലതും ഒരു പ്രാവശ്യം കൂടെ പരിശോധിച്ചിട്ട്, എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ ചെയ്യേണ്ടവരെ ഇൻ്റർവ്യൂ ചെയ്തിട്ട്, കാണേണ്ടവരെ കണ്ടിട്ട്, എടുക്കേണ്ടത് മാത്രം എടുത്ത് എഴുതിയ ഒരു സുവിശേഷമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം.
പക്ഷെ അവിടെ നാം ഒരു ഗ്ലിംസസ് കാണുകയാണ്. അനേകർ എഴുതുവാൻ ആരംഭിച്ചു, അനേകർ എഴുതി കഴിഞ്ഞു. അപ്പോൾ ഒത്തിരി സുവിശേഷങ്ങൾ, ഒത്തിരി ലേഖനങ്ങൾ, ഒത്തിരി പുസ്തകങ്ങൾ പുതുനിയമത്തോട് ചേർക്കേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. എന്നാൽ ദൈവവചനമാകുന്ന പഴയ നിയമത്തോട് ഏകീഭവിക്കേണ്ടതും പഴയ നിയമത്തിൻ്റെ ഉപദേശങ്ങൾക്ക് വിരോധമായി നിൽക്കാത്തതും, വിശേഷാൽ പഴയ നിയമത്തിൽ വന്ന് ജനിച്ച് ശുശ്രൂഷിച്ച് മരിച്ച യേശു കർത്താവിൻ്റെ വാമൊഴികൾക്ക് ഡീവിയേറ്റ് ചെയ്യാത്തതുമായ ലേഖനങ്ങളും സുവിശേഷങ്ങളും വെളിപ്പാടുകളും മാത്രമേ അന്നത്തെ സഭാപിതാക്കന്മാർ സ്വീകരിച്ചുള്ളൂ. ഞാൻ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അന്നത്തെ സഭാപിതാക്കന്മാർ എന്ന് പറയുമ്പോൾ അവർ പെന്തക്കോസുകാരായിരുന്നില്ല, അങ്ങനെ ആരും കരുതരുത്. ഇന്നത്തെ ഒരു രീതിയിലുള്ള പെന്തക്കോസുകാരായിരുന്നില്ല. പക്ഷേ അവരെല്ലാം പെന്തക്കോസ് അനുഭവമുള്ളവരായിരുന്നു. അവർ ചിലർ കാത്തലിക് ചർച്ചിൽ നിന്നായിരുന്നു, അവർ ചിലർ കാത്തലിക് ചർച്ചിന് മുമ്പുള്ള ചർച്ചസിൽ നിന്നായിരുന്നു, അവർ പലരും സ്വതന്ത്ര ചിന്താഗതിക്കാരായിരുന്നു. അവർ വർഷങ്ങളോളം ഡിബേറ്റ് ചെയ്ത്, വർഷങ്ങളോളം തർക്കവും വാദവും നടന്നിട്ട്, വർഷങ്ങളോളം അവർ പ്രാർത്ഥനയിലും ഉപവാസത്തിലുമായിരുന്നിട്ട് ഏകദേശം AD 300-കളിലാണ് ഇത് ക്രോഡീകരിക്കപ്പെട്ടത്. അപ്പോൾ ഒരു പ്രശ്നവും ആ ബിഗിനിങ്ങിൽ 300-കളിലോ 400-കളിലോ 500-കളിലോ ഇല്ലായിരുന്നെങ്കിലും ചില നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഓരോ പുസ്തകത്തിനും വിരോധമായി കോൺസ്പിറസീസ് അല്ലെങ്കിൽ തർക്കമുഖങ്ങളുണ്ടായി. വളരെ ഒത്തൻറ്റിക്കേറ്റഡായ ബുക്കാണ് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഇത് എഴുതിയത് മോശയാണ്. എല്ലാവർക്കും അറിയാം മോശയാണ് എഴുതിയത്, എല്ലാവരും വിശ്വസിക്കുന്ന മോശയാണ് എഴുതിയത്. എന്നാൽ തിയോളജി, ദൈവശാസ്ത്രം വർദ്ധിച്ചപ്പോൾ ഒരാൾ ആവർത്തന പുസ്തകം നോക്കുമ്പോൾ മോശയുടെ മരണകാരണം അവിടെ എഴുതിയിട്ടുണ്ട്, മോശ മരിച്ച രീതി അവിടെ എഴുതിയിട്ടുണ്ട്, മോശ അടക്കിയ കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്, അടക്കിയതിന് ശേഷമുള്ളതും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, മോശ എങ്ങനെ മോശയുടെ അടക്കത്തെക്കുറിച്ച് എഴുതും, മോശ എങ്ങനെ മോശയുടെ മരണത്തെക്കുറിച്ച് എഴുതും, മോശ എങ്ങനെ അടക്കിയതിന് ശേഷമുള്ള കാര്യം എഴുതും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരുപക്ഷെ യോശുവ എഴുതി ചേർത്തതായിരിക്കും, ഒരുപക്ഷെ അഹരോൻ എഴുതി ചേർത്തതായിരിക്കും, ഒരുപക്ഷെ കൂടെയുള്ള ആരെങ്കിലും ഇങ്ങനെ തർക്കങ്ങൾ ഓരോ പുസ്തകത്തിനുമുണ്ടായി. വാസ്തവത്തിൽ വേദപുസ്തകത്തിൽ ഒത്തൻറ്റിക്കേറ്റഡായ തർക്കമില്ലാത്ത, ഓതർഷിപ്പിലോ റൈറ്റർഷിപ്പിലോ തർക്കമില്ലാത്ത ഒരു പുസ്തകവും ഇല്ല. അതുകൊണ്ടാണ് പലരോടും തിയോളജി പഠിക്കാൻ പോകരുതെന്ന് പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം മത്തായി എഴുതിയല്ല എന്ന് സുവിശേഷം തെളിയിക്കുന്നവരുണ്ട്. അതിൽ മർക്കോസിലും ലൂക്കോസിലും യോഹന്നാനിലും ഒക്കെയുണ്ട്. ഇതിൽ ആരോ ഒരാൾ കോപ്പിയടിച്ചാണെന്ന് വാദിക്കപ്പെടുന്നു. സിനോപ്റ്റിക് ഗോസ്പൽ, ഇതൊക്കെയാണ് ബൈബിൾ കോളേജ് ഞങ്ങൾ പഠിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അപ്പോസ്തലനെ പൗലോസിൻ്റെ 14 ലേഖനങ്ങളിലും അല്ലെങ്കിൽ 13 ലേഖനങ്ങളിലും അപ്പോസ്തലൻ്റെ ഓതർഷിപ്പിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്തു വരുന്നു. ഇത് തിയോളജിക്കാരുടെ വാദമാണ്. വേദപുസ്തകം ഒരിക്കലും അനുകൂലമാകുന്നില്ല. ആമേൻ. ഞാൻ പറയാൻ വന്നത്, ഇവിടെ അപ്പോസ്തലൻ പൗലോസ് 1-ാം അധ്യായത്തിൽ പറയുകയാണ്, ഞാൻ അപ്പോസ്തലനായിരിക്കുന്നത് ദൈവ ഇഷ്ടത്താലാണ്. വാസ്തവത്തിൽ എത്ര അപ്പോസ്തലന്മാരുണ്ടായിരുന്നു? 12. വേറെ ആർക്കെങ്കിലും മറുപടി ഉണ്ടോ? വേറെ ഏതെങ്കിലും മറുപടി? ഓക്കെ, 12 എന്നുള്ളത് ശരിയായ ഒരു ഉത്തരമാണ്. എന്നാൽ അതിനേക്കാൾ ശരിയുള്ളൊരു ഉത്തരം ഞാൻ പറയാം. അപ്പോസ്തലന്മാർ എന്ന വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവരെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോസ്തലന്മാരായും യേശു തൻ്റെ ശിഷ്യന്മാരായും 12 പേരെ തിരഞ്ഞെടുത്തു. എന്നാൽ യേശുവിൻ്റെ മരണം കഴിഞ്ഞപ്പോഴത്തേനും ഒരുത്തരങ്ങ് തൂങ്ങിച്ചെത്തു, യൂദ. അവൻ്റെ സ്ഥാനത്തേക്ക് പിന്നെ മത്തിയാസ് എന്നു പേരുള്ള ഒരുവനെ പത്രോസ് മറ്റ് അപ്പോസ്തലന്മാരുടെ സഹായത്തോടുകൂടി ദൈവകൃപയിൽ ആശ്രയിച്ച് ചീട്ടിട്ടെടുത്തു. അപ്പോൾ പിന്നെയും 12ആയി. എന്നാൽ ഈ മത്തിയാസിനെ കൂടാതെ, ഈ പേര് കേട്ട ബാക്കി 11 അപ്പോസ്തലന്മാരെ കൂടാതെ ഒത്തിരി അപ്പോസ്തലന്മാരെ നാം വേദോസിൽ കാണുന്നു. ഉദാഹരണമായിട്ട് ബർന്നബാസിനെ അപ്പോസ്തലൻ എന്ന് വിളിച്ച സ്ഥലങ്ങളുണ്ട്, തിമോത്തിയോസിനെ അപ്പോസ്തലൻ എന്ന് വിളിച്ച സ്ഥലങ്ങളുണ്ട്, മറ്റു പലരെയും അങ്ങനെ വിളിച്ചിട്ടുണ്ട്. അതിനാൽ അപ്പോസ്തലൻ എന്ന പദം ആ 12 ശിഷ്യന്മാരിൽ ഒതുങ്ങുന്നതല്ല. ഇന്നും കൃപയുടെ സുവിശേഷത്തിൻ്റെ അപ്പോസ്തലത്വം വഹിക്കുന്നവരുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്നാൽ ഇവിടെ അപ്പോസ്തലനെ പൗലോസിനെ പറ്റി കാണുന്നു. പൗലോസ് യേശുവിനെ കണ്ടിട്ടില്ല. യേശുവിൻ്റെ കണ്ടംപററിയാണ് പൗലോസ്, സമകാലീന ജീവിതം നയിച്ച വ്യക്തിയാണ് പൗലോസ്. പക്ഷേ യേശുവിനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. യേശുവിൻ്റെ ക്രൂശ് മരണത്തിൽ പുള്ളിക്ക് പങ്കില്ല. തന്നെ ക്രൂശിക്കണമെന്നോ ക്രൂശിക്കരുതെന്നോ പൗലോസ് പറഞ്ഞിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ ക്രൂശിക്കണമെന്ന് പറഞ്ഞതിനുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ താനില്ലായിരുന്നു. പക്ഷെ അപ്പോസ്തലനായി പൗലോസ് അപ്പോസ്തലനായി. എങ്ങനെ അപ്പോസ്തലനായി? അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ചുള്ള ഏറ്റവും ശക്തമായ സ്ട്രോങ് കോൺസ്പിറസി എന്ന് പറയുന്നത്, ഹീ ഈസ് എ സെൽഫ്
ക്ലെയിംഡ് അപ്പോസ്റ്റൽ. അവൻ സ്വയം പ്രഖ്യാപിക്കപ്പെട്ട അപ്പോസ്തലനാണെന്നുള്ളതാണ്. വാസ്തവത്തിൽ ആ കൺസ്പിറസി ശരിയാണ്. നിങ്ങൾ വേദോത്സവം വായിച്ചാൽ അപ്പോസ്തലനായ പൗലോസ് മാത്രമേ അപ്പോസ്തലൻ എന്ന് വിളിച്ചിട്ടുള്ളൂ. ആമേൻ. എന്നാൽ യേശു കർത്താവിൻ്റെ ശക്തമായ അപ്പോസ്തലം വഹിച്ച പൗലോസ് സ്വയമായി അങ്ങനെ പറഞ്ഞതൊരു പുകഴ്ചയായിപ്പോയോ? ഒരിക്കലുമില്ല. ഞാൻ ആ ദൂത് പറയാൻ വേണ്ടി വരുന്നത്, നീ എന്നാ അപ്പോസ്തലനാകുന്നത്? നീ എങ്ങനെ അപ്പോസ്തലനാകുന്നത്? അപ്പോസ്തലൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? അപ്പോസ്തലൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്ന് മാത്രമേ ഉള്ളൂ. ദ സെൻഡ് വൺ, വേറൊരർത്ഥവുമില്ല. എന്നാൽ അപ്പോസ്തലന്മാർ ഏതോ ഒരു ഉയർന്ന നിലവാരത്തിലുള്ളവരാണ്. ഒരു പാസ്റ്റേഴ്സിനേക്കാൾ, ഇവഞ്ചലിസ്റ്റിനേക്കാൾ, സുവിശേഷകന്മാരെക്കാൾ, ഉപദേഷ്ടാക്കന്മാരെക്കാൾ, പ്രവാചകന്മാരെക്കാൾ ഉയർന്ന പദവിയിലുള്ളവരാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹവും കുറേ കൊച്ചാൾക്കാരുമുണ്ട്. ആമേൻ. ഞാൻ നിങ്ങളോട് തെളിയിക്കാം. വാസ്തവത്തിൽ ചില പാസ്റ്റേഴ്സ് ചിന്തിക്കുന്നു അവരാണ് ഏറ്റവും വലുത്. ഈ 5 ശുശ്രൂഷയിൽ അവരുടെ ശുശ്രൂഷയാണ് ഏറ്റവും വലുത്. ഉപദേഷ്ടാക്കന്മാർ ചിന്തിക്കുന്നു അവരുടെയാണ് ഏറ്റവും വലുത്. പ്രവാചകന്മാർ ചിന്തിക്കുന്നു അവരുടെ ശുശ്രൂഷയാണ് ഏറ്റവും വലുത്. സുവിശേഷകന്മാർ ചിന്തിക്കുന്നു അവരുടെ ശുശ്രൂഷയാണ് ഏറ്റവും വലുത്. വാസ്തവത്തിൽ നമ്മുടെ സഭയിൽ ഒരു അപ്പോസ്തലൻ വന്നാൽ നമുക്കും തോന്നും, ഉയ്യോ ശരിയാ കേട്ടോ, നമ്മുടെ ഭാഷയൊന്നും ഒന്നുമില്ല, ഈ പുള്ളി തന്നെയാണ് വലുത്. കുറച്ച് കഴിയുമ്പോൾ ഒരു സുവിശേഷം വരിക, സുവിശേഷാത്മാവുള്ള റെയിൻഹാഡ് ബോംഗെ പോലുള്ള ഒരു ഉഗ്രൻ സുവിശേഷനാണ് പുള്ളി. അദ്ദേഹം വരികയാണെങ്കിൽ പുള്ളി ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എവിടെ നിന്ന് എടുത്താലും സുവിശേഷം പറയത്തുള്ളൂ. പുള്ളി വെളിപ്പാട് നോക്കിയാലും പുള്ളിക്ക് സുവിശേഷം പറയാനുള്ളൂ. അപ്പോൾ ബോംഗെ കാണുമ്പോൾ ചിന്തിക്കും, അപ്പോസ്തലനൊന്നും ശരിയല്ല, സുവിശേഷകൻ തന്നെ ശരി, എന്നോ പദവിയാണ്. കുറച്ച് കഴിയുമ്പോൾ പ്രവാചകൻ വരും, അവൻ നിൻ്റെ പേര് പറയും, നിൻ്റെ വീട്ടുപേര് പറയും, നിൻ്റെ ഷർട്ടിൻ്റെ കളർ പറയും, നിൻ്റെ ഭാര്യയുടെ പേര് പറയും, നീ ആകെ വരുള്ളൂ. മൊബൈൽ നമ്പർ പറയും, 0788619523 എന്നൊക്കെ പറയുമ്പോൾ നീ വരുള്ളൂ. അപ്പോൾ നീ എന്തെങ്കിലും പ്രവാചകനാണ് വരുത്. കുറച്ച് കഴിയുമ്പോൾ ഒരു ഉപദേഷ്ടാവ് വരും, അവൻ പറയും നീ ചെയ്യുന്ന തെറ്റാണ്, ഭയങ്കര ഉയർന്ന നിലവാരമുള്ള പറയും നീ ഇപ്പോൾ തെറ്റാണ്, വചനപ്രകാരം ശരിയല്ല, വചനപ്രകാരം. അപ്പോൾ നീ ചിന്തിക്കും ഉപദേഷ്ടാവാണ് ശരി. കുറേ കഴിയുമ്പോൾ നീ 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം പേരുടെ പാസ്റ്റേഴ്സിനെ കാണും. മോശയെപ്പോലെ സൗമ്യനായി സഹിഷ്ണുതയുടെ ബലം ധരിച്ച ഒരുവൻ ലക്ഷങ്ങളെ നയിക്കുകയാണ്. നീ പറയും പാസ്റ്ററാണ് വലുത്, നീ കൺഫ്യൂസ് ആവും. വാസ്തവത്തിൽ ആരും ആരേക്കാൾ വലുതല്ല, ആരും ആരേക്കാൾ ചെറുതുമല്ല. പിന്നെ നാം കേരളക്കാർ ഏറ്റവും കൂടുതൽ കണ്ടത് പാസ്റ്ററെയാണ്, അതുകൊണ്ട് നാം പാസ്റ്ററാകാൻ ആഗ്രഹിക്കുന്നു. പിന്നെ നാം കണ്ടിട്ടുള്ളത് പ്രവാചകനെയാണ്, അതുകൊണ്ട് പ്രവാചകനാകാൻ ആഗ്രഹിക്കുന്നു. ലേറ്റ് 80s ഏർലി 90s കർത്താവിൻ്റെ മഹാകൃപയാൽ ബ്രദർ സുരേഷ് ബാബു തിരുവനന്തപുരത്തു നിന്ന് കേരളത്തിൻ്റെ മലങ്കരയുടെ ഓരോ കൊച്ചു മൂലയിലും സുവിശേഷം പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു പ്രവാചകനും പാസ്റ്ററും ഒന്നുമല്ല, എനിക്കും സുവിശേഷമാകണം. അമേ, സുവിശേഷകനാകണം. അപ്പോസ്തലനെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ പറയും നിങ്ങൾ അപ്പോസ്തലനാകണമെന്ന്. നിങ്ങൾ നല്ല പ്രവാചകനെ കണ്ടാൽ നിങ്ങൾ പറയും പ്രവാചകനാകണമെന്ന്. കാരണം അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ആ ഓരോ ഓഫീസിലും. ഈ 5 ഓഫീസ് ഒന്നിനേക്കാൾ വലുതല്ല, ഈ 5 ഓഫീസ് ഒന്നിനേക്കാൾ ചെറുതല്ല. നമ്മുടെ സഭയിൽ എത്ര ഓഫീസുണ്ട്, എത്ര ശുശ്രൂഷ പദവികളുണ്ട് നിങ്ങൾക്കറിയാമോ? ഇല്ലാത്തതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, ഉള്ളതിനു വേണ്ടി പിന്നെയും ആഗ്രഹിക്കണം, ഇല്ലാത്തതിനു വേണ്ടി അത്യാഗ്രഹത്തോട് പ്രാർത്ഥിക്കണം. ആമേൻ. ഇത് കയ്യിലെ 5 വിരൽ പോലെയാണ്. തള്ളവിരൽ മുതൽ എണ്ണിക്കൂ. അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, പാസ്റ്റർ, ഉപദേഷ്ടാവ്. തിരിച്ചോ മറിച്ചോ എണ്ണിക്കോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, പാസ്റ്റർ, ഇടയൻ, ഉപദേഷ്ടാവ്. ഈ 5 വിരൽ പോലെയാണ്. ഈ കൈ എന്തിനു വേണ്ടിയാണ് നൽകിയിരിക്കുന്നത്? കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയാണ്. ഒരു ഹാമർ അല്ല നമ്മുടെ ഏറ്റവും നല്ല ടൂള്, ഒരു സ്പാനർ അല്ല നമ്മുടെ കയ്യിൽ ലഭിച്ച ഏറ്റവും നല്ല ടൂള്. നമ്മുടെ കയ്യിൽ ലഭിച്ച ഏറ്റവും നല്ല ടൂള് ഈ 5 വിരലുള്ള ഈ കൈയാണ്. ഈ കൈ ഇല്ലാതെ വരുമ്പോഴേ ഈ കൈയുടെ മഹത്വം അറിയത്തുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും എഴുതിയിരിക്കുന്നത് ദ ബെസ്റ്റ് ടൂൾ ഈസ് യുവർ ഫിംഗേഴ്സ്, ദ ബെസ്റ്റ് ടൂൾ ഈസ് യുവർ ആം, ദ ബെസ്റ്റ് ടൂൾ ഈസ് യുവർ ഹാൻഡ്, ഡു നോട്ട് അലൗ ടു കട്ട് ഇറ്റ് ഡൗൺ. ആമേൻ. ഏറ്റവും വലുത് ഇതാണ്. ഈ കയ്യിൽ കർത്താവ് 5 വിരൽ നൽകിയിരിക്കുന്നത് പോലെ 5 ശുശ്രൂഷ പദവികൾ നൽകിയിരിക്കുകയാണ്. ഈ 5 പദവികൾ എന്തിനു വേണ്ടിയാണ്? നിനക്കൊരു വസ്തു എടുക്കുവാൻ വേണ്ടിയാണ്, നിനക്കൊരു വസ്തു പിക്ക് ചെയ്യുവാൻ വേണ്ടിയാണ്. പൊങ്ങാത്ത ഒന്നിനെ നിനക്ക് 5 വിരൽ ഉപയോഗിച്ച് നിനക്ക് പൊക്കുവാൻ കഴിയും. എന്നാൽ പ്രശ്നം എന്താണെന്നറിയാമോ? നിൻ്റെ സഭയിൽ ഒരു അപ്പോസ്തലനും ഒരു പ്രവാചകനും മാത്രമേ ഉള്ളെന്നിരിക്കട്ടെ, നിനക്ക് പൊക്കാം, പക്ഷെ വലിയ പ്രയാസം, ഒരു ഗ്രിപ്പ് കിട്ടത്തില്ല, താഴെ പോകുവാൻ സാധ്യതയുണ്ട്. നിൻ്റെ സഭയിൽ ഒരു പ്രവാചകനും ഒരു സുവിശേഷനും ഉള്ളെങ്കിൽ, ഞാൻ ഈ വിരൽ കാണിക്കുമ്പോൾ ഇതാണ് അപ്പോസ്തലൻ, ഇതാ പ്രവാചകൻ പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ ഒരു ഉദാഹരണം പറയുക. ഇങ്ങനെ ഇരിക്കട്ടെ, നോക്ക്, എടുക്കാൻ പ്രയാസമാണ്.
തള്ളവിരലും അണിവിരലും തമ്മിൽ ഇത് എടുക്കാൻ പ്രയാസമാണ്. 2 വിരൽ കൊണ്ട് പ്രയാസമാണ്, 3 വിരൽ കൊണ്ട് ശരിയാകത്തില്ല, 5 വിരലും കൂടിയെങ്കിലേ കറക്റ്റ് ഗ്രിപ്പ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നിൻ്റെ സഭയിൽ നിനക്ക് ദൈവത്തിൻ്റെ മർമ്മങ്ങൾ അറിയണമെങ്കിൽ, പിശാചിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ, നീ ആരെന്ന് മനസ്സിലാകണമെങ്കിൽ, നിൻ്റെ കുറവും നിൻ്റെ തെറ്റുകളും മനസ്സിലാകണമെങ്കിൽ, നിൻ്റെ ഭാവിയും നിൻ്റെ നന്മയും അറിയണമെങ്കിൽ, നിനക്ക് ഒരു പ്രവാചകൻ പോരാ, ഒരു ഇടയൻ പോരാ, ഒരു ഉപദേഷ്ടാവ് പോരാ, ഒരു സുവിശേഷകൻ പോരാ. നിനക്ക് അപ്പോസ്തലൻ വേണം, പ്രവാചകൻ വേണം, നിനക്ക് ഇടയൻ വേണം, നിനക്ക് ഉപദേഷ്ടാവ് വേണം, നിനക്കൊരു സുവിശേഷകൻ വേണം. ആമേൻ. അപ്പോൾ ഒന്നൊന്നിനേക്കാൾ വലുതല്ല, ഒന്നൊന്നിനേക്കാൾ ചെറുതല്ല. ആമേൻ. ഇത് 5ഉം കൂടെ ഒരുപോലെ ആത്മാവിൽ ജനം സ്വീകരിക്കുമ്പോൾ ആ സഭ വളർന്ന അടിസ്ഥാനപ്പെട്ട് പന്തലിപ്പാനുള്ള വരും. ആമേൻ. പ്രൈസ് ഗോഡ്. എന്നാൽ ആരാണ് ഈ പ്രവചനം നിനക്ക് തരുന്നത്? ആരാണ് ഈ പ്രവചനത്തിൻ്റെ ഓഫീസ് നിനക്ക് തരുന്നത്? ആരാണ് നിന്നെ ഒരു സുവിശേഷകനാക്കുന്നത്? ആരാണ് നിന്നെ ഒരു ഉപദേഷ്ടാവായി അംഗീകരിക്കുന്നത്? ഇപ്പോൾ കൊച്ചു പിള്ളേർ, 10-20 വയസ്സുള്ള പിള്ളേർ അപ്പോസ്തോല് ടിൻറ്റു ഫേസ്ബുക്കിൽ നോക്കിയാൽ മതി. നല്ലൊരു പേരാണ് വേണ്ടി വരും. എല്ലാവരും വല്ലാതെ നോക്കുന്നു, തന്നെ അങ്ങ് സെൽഫ് പ്രൊക്ലൈംഡാണ് എല്ലാവരും. എന്നാൽ അപ്പോസ്തലനെ പൗലോസ് താൻ സ്വയം പറഞ്ഞതാണെങ്കിലും പ്രഖ്യാപിച്ചാണെങ്കിലും തനിക്ക് ദൈവത്തിൽ നിന്ന് അതിൻ്റെ പൂർണ്ണ ഓർഡിനേഷൻ ലഭിച്ചിരുന്നു. ആമേൻ, ആമേൻ. നിൻ്റെ പേര് ടിൻഡു എന്നാണെങ്കിലും കുഴപ്പമില്ല, നിൻ്റെ പേര് ഷിബു എന്നാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം ഓർത്തോ, നിനക്ക് ദൈവത്തിൽ നിന്ന് ആ ഒരു അനോയിൻറ്റിങ് കിട്ടാതെ, ദൈവത്തിൽ നിന്ന് ആ ഒരു അങ്ഷൻ കിട്ടാതെ നിനക്ക് ആരുമാകാൻ ഒക്കത്തില്ല, ഒന്നുമാകാൻ ഒക്കത്തില്ല. പേരിൻ്റെ മുകളിൽ ചുമ്മാതെ ഡോക്ടറെന്നോ റവറൻഡെന്നോ അപ്പോസ്തലനെന്നോ പാസ്റ്ററെന്നൊക്കെ എഴുതാം. പക്ഷേ സ്വർഗത്തിലുള്ള ദൈവം നിൻ്റെ ഹൃദയത്തിൽ ആ ബോധ്യം തരുമ്പോൾ, നിന്നെ ഒരുത്തനും ആക്കിയില്ലെങ്കിലും, നിൻ്റെ പ്രാദേശിക സഭ നിനക്ക് അഭിഷേകം തന്നില്ലെങ്കിലും, അനോയിൻറ്റിങ് തന്നില്ലെങ്കിലും, നിൻ്റെ ആ വലിയ ഡിനോമിനേഷൻ നിന്നെ മാനിച്ചില്ലെങ്കിലും, നിന്നെ ലോകത്തിൽ ആരും അംഗീകരിച്ചില്ലെങ്കിലും, നിൻ്റെ ദൈവം നിന്നെ അംഗീകരിച്ചതിനാൽ നിനക്ക് അപ്പോസ്തലൻ്റെയോ പ്രവാചകൻ്റെയോ സുവിശേഷകൻ്റെയോ ഉപദേഷ്ടാവിൻ്റെയോ പദവിയിൽ ജീവിപ്പാനായിട്ട് കഴിയും, ശുശ്രൂഷിപ്പാനായിട്ട് കഴിയും. ഒരു ഹല്ലേലൂയ പറഞ്ഞിട്ട്. അതുകൊണ്ട് എൻ്റെ പക്ഷം ഈ പൗലോസ് സെൽഫ് അക്ലെയിംഡ് ആണെങ്കിൽ പോലും ദൈവം അവനൊരു അങ്ഷൻ കൊടുത്തു എന്നത് അവനവൻ്റെ ജീവിതത്തിൽ നിന്നും ശുശ്രൂഷയിൽ നിന്നും തെളിയിച്ചതിനാൽ ഇനി അവൻ സെൽഫ് അക്ലെയിംഡ് ആണെങ്കിൽ പോലും ഒരു പ്രശ്നവുമില്ല. ഒരാമീൻ പറയാമോ? അദ്ദേഹം പറയുകയാണ്, ഞാൻ അപ്പോസ്തലനായിരിക്കുന്ന എൻ്റെ ഇഷ്ടത്താലല്ല, എൻ്റെ മെൻറ്ററിൻ്റെയോ പാസ്റ്ററിൻ്റെ ഇഷ്ടത്താലല്ല, ഞാനായിരിക്കുന്ന എന്നെ നോക്കുന്ന എൻ്റെ ലീഡർഷിപ്പിൻ്റെ ഇഷ്ടത്താലല്ല, സഭയുടെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്താലാണ് ഞാൻ അപ്പോസ്തലനായത്. നിന്നെ ഏൽപ്പിച്ച ദൗത്യം നീ ധൈര്യത്തോടെ ചെയ്യണമെങ്കിൽ, ഉറപ്പോടെ ചെയ്യണമെങ്കിൽ ആദ്യം നിനക്ക ബോധം വരേണ്ടത്, ആദ്യം നിനക്ക ധൈര്യം വരേണ്ടത്. വചനം പറയുന്നു, പരിശുദ്ധാത്മാവും നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യം പറയുന്നു, നീയും ദൈവത്തിൻ്റെ പൈതലാണെന്നുള്ളത്, നീ ഇടയനാണെന്നുള്ളത്, നീ അപ്പോസ്തലനാണെന്നുള്ളത്, നീ പ്രവാചകനാണെന്നുള്ളത്, നീ ഒരു സുവിശേഷനാണെന്നുള്ളത് പരിശുദ്ധാത്മാവ് നിൻ്റെ ആത്മാവിൽ സാക്ഷ്യം പറയും. ആ സാക്ഷ്യം കേട്ടാൽ പിന്നെ നിനക്ക് അടങ്ങിയിരിപ്പാനൊക്കത്തില്ല. പിന്നെ നീ ഓർഡിനേഷൻ അല്ല ആഗ്രഹിക്കുന്നത്, പിന്നെ നീ വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻറ്റും അല്ല ആഗ്രഹിക്കുന്നത്, പിന്നെ നീ ബാഡ്ജ് അല്ല ആഗ്രഹിക്കുന്നത്, പിന്നെ നീ പരസ്യമായി തെരുവിലേക്ക് ഇറങ്ങി അപ്പോസ്തലൻ്റെ പ്രവൃത്തികൾ ചെയ്യും, പ്രവാചകൻ്റെ പ്രവൃത്തികൾ ചെയ്യും, ഇടയൻ്റെ പ്രവൃത്തികൾ ചെയ്യും, ഉപദേഷ്ടാവിൻ്റെ പ്രവൃത്തികൾ ചെയ്യും, സുവിശേഷകൻ്റെ പ്രവൃത്തികൾ ചെയ്യും. അതിനാൽ അകത്തളത്തിൽ പ്രാർത്ഥനാ മുറിയിരിക്കുമ്പോൾ ദൈവത്തെ പറ, കർത്താവേ ഞാൻ ശുശ്രൂഷിക്കുന്നു, അതെ ഞാൻ ശുശ്രൂഷിക്കുന്നു, ഞാൻ ജീവിക്കുന്നു, നിൻ്റെ അങ്ഷൻ, നിൻ്റെ ബോധ്യം എൻ്റെ മേൽ പകരണമേ, നിൻ്റെ നിയോഗം എൻ്റെ മേൽ പകരണമേ. എന്നിൽ നിന്ന ബോധ്യം ഒരിക്കലും മറഞ്ഞു പോകരുത്. ആരും എന്നെ മാനിച്ചില്ലെങ്കിലും നീ എന്നെ മാനിച്ചിരിക്കുന്നു, ആരും എന്നെ അംഗീകരിച്ചില്ലെങ്കിലും നീ എന്നെ അംഗീകരിച്ചിരിക്കുന്ന ബോധ്യം എൻ്റെ മേൽ പകരണമേ. ഞാനിങ്ങനെ പറഞ്ഞാൽ ഒത്തിരി മുന്നോട്ട് പറയും, കാരണം ഞാൻ ഈ പറയുന്ന ഒന്നും അല്പം പോലും വില കുറഞ്ഞല്ലെന്ന് എനിക്കറിയാം. എന്നാൽ ഇന്ന് കർത്താവ് പറയുവാനായി എന്നെ ഏൽപ്പിച്ചത് മാത്രത്തിലും ഞാൻ വരുവാൻ ആഗ്രഹിക്കുകയാണ്. 4-ാമത്തെ വാക്യത്തിലേക്ക് ഒന്നാട്ടെ. 4-ാമത്തെ വാക്യം 1:4. മതി. നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകം സ്ഥാപിക്കും മുമ്പ് അവൻ നമ്മെ
അവനിൽ അതായത് അവൻ്റെ സ്നേഹത്തിൽ നമ്മെ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് തിരഞ്ഞെടുത്തിരിക്കുന്നു. ശ്രദ്ധിക്കുക, വിശുദ്ധി എന്നുള്ള വാക്ക് വളരെ താഴ്ന്ന ഒരു നിലവാരത്തിൽ കാണുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രത്യേകിച്ച് മലയാളിക്കരയിൽ വിശുദ്ധി എന്ന് പറയുന്നത് വളരെ താഴ്ന്ന നിലവാരമാണെന്ന് എനിക്ക് മനസ്സിലായത് ഞാനൊരു വടക്കേ ഇന്ത്യക്കാരനായതുകൊണ്ട്. ഞാൻ വടക്കേ ഇന്ത്യയിൽ ജനിക്കുകയും അവിടെ വളരുകയും ചെയ്യുവാൻ എനിക്ക് അവസരം കർത്താവ് കൃപയാൽ നൽകിയതുകൊണ്ട് മലയാളി സമൂഹത്തിൻ്റെ വെളിയിലൊരു സമൂഹമുണ്ടെന്ന് ഞാൻ കണ്ണുകൾ കൊണ്ട് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായതിനാലാണ് ഞാൻ ഈ ദൂത് പറയുവാൻ കാരണം. മലയാളികൾ വെള്ളയെ വിശുദ്ധിയായി കാണുന്നു. പഞ്ചാബിലെ പഞ്ചാബി പെൺകുട്ടികൾ മുഴുവനും വെള്ള വസ്ത്രം, ടോപ്പ് ടു ബോട്ടം വെള്ള വസ്ത്രം ധരിക്കുന്നത്. അവർക്ക് വെള്ള ഇഷ്ടമാണ്. ലോകത്തിൽ വെള്ള എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്നൊരു വസ്ത്രമാണ്. ഇവിടുത്തെ വെളുത്ത സായിപ്പ്മാർ, പിങ്ക് കളറുള്ള ലേഡീസ് വെള്ള വസ്ത്രം ധരിച്ചു പോകുന്നത് എന്ത് രസമാണ്, അവർക്ക് ഇഷ്ടമാണ്. ഇവിടുത്തെ മിക്ക സായിപ്പ്മാരും ബെന്യം പോലും ഇടാതെ ഒരു വെള്ള ഷർട്ടിലുള്ള പോകുന്നത്. അപ്പോൾ വെള്ള ഷർട്ട് വിശുദ്ധിയുടെ മാനദണ്ഡമായി കേരളക്കര മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. ലോകം മുഴുവൻ അശുദ്ധരും മുഴുവൻ മ്ലേച്ഛ നിറഞ്ഞവൻ ധരിക്കുന്ന വെള്ളവസ്ത്രമാണ്. അവിടെ വെള്ളവസ്ത്രം ധരിക്കരുന്നല്ല എന്ന് ഞാൻ ഇട്ടിരിക്കുന്ന വെള്ളവസ്ത്രമാണ്. എനിക്കിഷ്ടമുള്ളൊരു കളറാണ് വെള്ളം നിങ്ങൾ ധരിക്കണം. പക്ഷെ വെള്ളയല്ല നിങ്ങളുടെ വിശുദ്ധിയുടെ മാനദണ്ഡം. അതിനൊരു ആമേൻ പറയാമോ? പിന്നെ നമ്മുടെ മറ്റൊരു മാനദണ്ഡം ആഭരണം ഊരുക എന്നുള്ളതാണ്. ആഭരണം ഊരുന്നത് നല്ല കാര്യമാണ്. അസറ്റിസം എന്ന് പറയുന്ന, ത്യജിക്കുക എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. മാംസം കഴിക്കാതിരിക്കുക, ഇന്ന മാംസം കഴിക്കാതിരിക്കുക, ഇന്ന പച്ചക്കറികൾ മാത്രം കഴിക്കുക, പഴവർഗ്ഗങ്ങൾ മാത്രം കഴിക്കുക, ചെരുപ്പിടാതിരിക്കുക. ജൈന മതക്കാരെ നോക്ക്, അവർ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഗോൾഡ് ഉപേക്ഷിക്കുക. രസകരമായൊരു സംഭവം പറയാം. നമ്മുടെ ഇടയിൽ തന്നെയുള്ള ഒരാളാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, പാസ്റ്ററെ, ഗോൾഡ് ബിസ്ക്കറ്റ് വാങ്ങിച്ച് ബാങ്കിൽ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഉണ്ടോ? എനിക്ക് വളരെ അതിശയം തോന്നി. ഒരു കുഞ്ഞ് ജുമുക്ക പോലും ഇടാത്ത ആളിൻ്റെ ഭർത്താവ് വെച്ച് വയ്ക്കുന്നു. ഞാൻ അല്ല പാസ്റ്ററെ, ഈ ആഭരണത്തോളം ദൈവത്തിന് പ്രശ്നം ഗോൾഡിനോടല്ലെന്ന്. മലയാളിയുടെ മനസ്സിൽ നിന്ന് ഈ സ്വർണം മാറുമെന്ന് നിങ്ങൾ വ്യാമോഹിക്കേണ്ട. ജീവൻ പോയാലും ഇത് മാറൂല. ബിസ്ക്കറ്റ് വീട്ടിൽ വെച്ചേച്ച് ഇടാൻ നടക്കുവാന്ന്, മനസ്സിലായോ? അതുകൊണ്ട് എങ്ങനെ പോയാലും ഐഫോണിൽ ഗോൾഡ് കളറുണ്ട്, അത് വാങ്ങിച്ചു വെക്കുന്നത്. സിൽവറുണ്ട്, അത് വേണ്ട, ഗോൾഡ് മതി. ഫ്രെയിമിന് കറുത്ത ഫ്രെയിമുണ്ട്, വെളുത്ത ഫ്രെയിമുണ്ട്, ഗോൾഡ് ഫ്രെയിം വാങ്ങിച്ചു വെക്കും. എന്താ പറയുക, ആ ഗോൾഡിനുള്ള അത്യാർത്ഥിയാണ്. വാച്ച് സിൽവറിൻ്റെ ഉണ്ട്, പല കളറിൻ്റെ ഉണ്ട്, ഗോൾഡ് വാച്ച് കെട്ടു. എന്തിനാ? പല്ലിൽ യാക്കോബിനെ സ്നേഹിച്ചു. പിന്നെയും എടുത്തു പറയുക, മക്കൾ ജനിക്കുകയോ അവർ ഉരുവാകുകയോ അവർ ജനിക്കുകയോ നന്മ തിന്മകൾ ചെയ്യുകയോ ചെയ്യാതിരുന്നപ്പോൾ യഹോവയായ ദൈവം കൽപ്പിച്ചിരിക്കുന്നു, ഞാൻ ഏശാവിനെ ദ്വേഷിച്ചു, ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു. അവിടെ ഒരു പാർഷ്യാലിറ്റി ഇല്ലേ? ഇല്ലെന്നാണ് പൗലോസ് റോമലേഖനത്തിൽ തെളിയിക്കുന്നത്. ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ആ വാക്ക് ഉപയോഗിക്കുന്നത്. എന്നാൽ മുഖപക്ഷമില്ലാത്ത ദൈവത്തിന് എങ്ങനെ മുൻനിർണയം ചെയ്യുവാൻ കഴിയും? ഇവിടെ ഇരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോഷുവ ദൈവത്തിൻ്റെ കൃപയാൽ താൻ രക്ഷിക്കപ്പെട്ടിട്ട് എത്ര വർഷം കഴിയുമ്പോൾ താൻ ബാസിൽ എന്ന് പറയുന്ന ഇംഗ്ലണ്ടിൻ്റെ പ്രദേശത്ത് കർത്താവിനെ ശുശ്രൂഷിക്കും എന്ന് ദൈവം മുൻനിർണയിച്ച കാര്യമാണ്. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഒരാളെക്കുറിച്ച് ഒരു പക്ഷേ ദൈവത്തെ അറിയാതെ അവൻ മരിക്കുമെന്നും ദൈവം മുൻനിർണയിച്ചിട്ടില്ലേ? അതാ ചോദ്യം. ഒരുവൻ ദൈവത്തെ അറിഞ്ഞിട്ട് അവസരം ഇഷ്ടം പോലെ ലഭിച്ചിട്ട് പിന്മാറിപ്പോകണമെന്നും ദൈവം പ്രീഡിസ്റ്റൈൻ ചെയ്തിട്ടില്ലേ എന്നുള്ളതാ ചോദ്യം. ഞാൻ നിങ്ങൾ ഗ്രഹിപ്പിച്ചു തരാൻ ശ്രമിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു തിയോളജിക്കൽ ഏരിയ ആണിത്. പ്രീ ഡെസ്റ്റിനേഷൻ, പ്രീ നോളജ്, മുൻനിർണയം, മുന്നറിവ് എന്ന് പറയുന്നത് 100% ശരിയാണ്. കാരണം ഇപ്പോൾ ഒന്നും നിശ്ചയിക്കപ്പെടുന്നില്ല, എല്ലാം മുൻനിർണയിക്കപ്പെട്ടിരിക്കുകയാണ്. കൃപയാൽ ഈ രക്ഷയിലേക്ക് വരുവാൻ ഭാഗ്യം ലഭിച്ച നിങ്ങൾ കരമുയർത്തി ദൈവത്തിൻ്റെ മുൻ പട്ടികയിൽ നിങ്ങൾ ഉണ്ടായിരുന്നു എന്നത് ഓർത്തൊരു സ്തോത്രം ചെയ്താട്ടെ. 750 കോടി ജനം ഇന്ന് ഈ ലോകത്തിൽ, ഈ ഭൂമിയെ ഇന്ന് വിസിറ്റ് ചെയ്യുന്ന 750 കോടി ജനം. ഏകദേശം 6 ലക്ഷം കുഞ്ഞുങ്ങൾ ഇന്ന് ജനിക്കുന്നു. ഏകദേശം 7 ലക്ഷം പേർ ഇന്ന് മരിക്കുന്നു. അവരുടെ ഇടയിൽ ഈ തലമുറയിൽ ദൈവത്തിൻ്റെ ടിക്ക് വീണ നിങ്ങൾക്ക് എന്തോ ഒരു ഭാഗ്യമുണ്ട്.
ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഒരു കോടീശ്വരൻ്റെ ഫീച്ചർ ഉണ്ടായിരുന്നു. അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന വലിയ സൂപ്പർ സ്റ്റാറിൻ്റെ കയ്യിൽ നിന്ന് 1 കോടി രൂപയുടെ ചെക്ക്, നിങ്ങൾക്കുമാകാം കോടീശ്വരൻ, കോൻ ബനേഗ കരോഡ്പതി എന്ന പരിപാടിയിൽ നിന്ന് എഴുതി വാങ്ങിച്ച ഒരു ബീഹാർകാരൻ, പഠിത്തമുള്ളവൻ. 5 കോടി ആയിരിക്കാം, ഞാനത് ഫുള്ള് വായിച്ചില്ല. 3-4 വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോഴും പഴയ പണിയാണ്. മുഴുവൻ കാശ് നഷ്ടപ്പെട്ടു പോയി. അവൻ കോടി വാങ്ങിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു കാണും, നീ ഭാഗ്യവാൻ, നീ ഭാഗ്യവാൻ, നീ ഭാഗ്യവാൻ. ലോകത്തിൻ്റെ കുറച്ച് സ്വർണമോ, ലോകത്തിൻ്റെ കുറച്ച് വെള്ളിയോ, ലോകത്തിൻ്റെ കുറച്ച് ബുദ്ധിയോ, ലോകത്തിൻ്റെ കുറച്ച് പദവികളോ, ലോകത്തിൻ്റെ കുറച്ച് മാന്യതയോ നിനക്ക് ലഭിക്കുന്ന നല്ല ഭാഗ്യപദവി ദൈവം നിന്റെ ബോക്സിൽ ടിക്കിട്ടു. നിത്യതയുടെ പുസ്തകത്തിൽ, ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരും എഴുതി എന്നുള്ളതാണ് നിന്റെ ഏറ്റവും വലിയ ഭാഗ്യപദവി. വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ.